from Style with Sony. In this video, I will do a requested product review. Indulekha Bringa oil review. So, video to welcome to our family in the channel. Subscribe here. Subscribe bell icon press future video miss husband വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ് ഇത്. അപ്പം ഇത് പേഴ്സണലി ഇതുമായിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ഉണ്ട്. പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ നന്നായിട്ട് എനിക്കറിയാം. എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ മുടി എണ്ണ തേച്ചാൽ ചേച്ചി മുടി വളരുമോ എന്നാണ് ചോദിച്ചത്. അപ്പം ഇതിൻ്റെ ആഡിൽ പറയുന്നത് ഞാൻ ഈ പ്രോഡക്റ്റിനെ നെഗറ്റീവൈസ് ചെയ്ത് പറയുമോ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുമോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് പറയുന്നത്. എല്ലാ വീഡിയോസിനും ഞാൻ എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ തന്നെയാണ് പറയുന്നത്. അതിൽ ആഡിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു എണ്ണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി വളരും, അതായത് മുടി കൊഴിച്ചിൽ തടയും, പുതിയ മുടി വളരും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്ന നേരത്ത് മുടി കൊഴിച്ചിൽ അവർ നന്നായിട്ട് റിഡ്യൂസ് ചെയ്യും. പക്ഷെ പുതിയ മുടി വളരുകയോ പുതിയ തിക്കായിട്ടുള്ള മുടി വളരുകയോ ഒന്നും ചെയ്യത്തില്ല. എനിക്ക് എക്സ്പീരിയൻസ്ഡ് ഉള്ളതുകൊണ്ട് ഞാനിത് പേഴ്സണലി ഉപയോഗിക്കുന്ന ആളല്ല. കാരണം ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പിടിക്കത്തില്ല, എനിക്കിഷ്ടമല്ല. ഒരു ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. അതായത് നമ്മുടെ കരിവേപ്പിലയുടെയും ഭൃഗരാജിൻ്റെയൊക്കെ നെല്ലിക്കയുടെയൊക്കെ ഒരു സ്ട്രോങ് സ്മെല്ലാണ്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ബോട്ടിലെ സ്മെല്ല്. അല്ലാതെ ഞാൻ തന്നെ കാച്ചുന്ന അല്ലെങ്കിൽ എൻ്റെ അമ്മ കാച്ചുതരുന്ന സ്മെല്ലിന് ഓയിലിന് അങ്ങനത്തെ ഒരു സ്മെല്ലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് യൂസ് ചെയ്യത്തില്ല. എനിക്ക് ഓൾറെഡി ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു 4% മാത്രമേ അത് യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് യൂസ് ചെയ്തില്ല, അത് അങ്ങനെ ഇരുന്ന് പോയി. എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു എണ്ണയാണ്. അപ്പോൾ ഇനി ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാം. പിന്നെ ഏറ്റവും കൂടുതലൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മറ്റുള്ള എണ്ണകളെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു ഡീപ്പ് കോം ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ വലുതിനും ഉണ്ട് ചെറുതിനും ഉണ്ട്. ഒരു റെവല്യൂഷണറി ഡീപ്പ് കോം സിസ്റ്റം ഉണ്ട്. അതായത് നമ്മുടെ ഈ സ്കാൽപ്പിൽ ചെന്ന് നമ്മുടെ ഓരോ ഹെയറിൻ്റെയും റൂട്ടിലോട്ട് ഇത് നന്നായിട്ട് ഹെയറിനെ കൊണ്ടു ചെല്ലാൻ സഹായിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല സൈഡ്, ഒരു ഗുഡ് സൈഡ് എന്ന് പറഞ്ഞാൽ അതാണ്. നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് അതായത് നമുക്ക് കയ്യിലെടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഓവർ പ്രൊഡക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് 2 സൈസിൽ അവൈലബിൾ ആണ്. 50 ml 100 ml അവൈലബിൾ ആണ്. 50 ml വില 234 രൂപയാണ്. 100 ml വില 432 രൂപയാണ്. ഇതാണ് ആ 2 പാക്കേജിങ്. പിന്നെ ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ് ഉണ്ട്. ഔട്ടർ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പാക്കേജിങ്ങിലാണ് ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ് വരുന്നത്. ഒരു ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് കളറിലെ ഔട്ടർ പാക്കേജിംഗ് ആണ്. ഔട്ടർ പാക്കേജിങ്ങിനും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഒരു പേപ്പറും കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെ അപ്ലൈ ചെയ്യണത്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തത്. ഇത് യൂസ് ചെയ്യേണ്ടത് എല്ലാം നന്നായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. കണ്ട, ആയുർവേദിക് ആയിട്ടുള്ള ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു 7 ക്വസ്റ്റ്യനോളം അവർ കൊടുത്തിട്ടുണ്ട്. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞ് 2 വർഷമാണ് എക്സ്പയറി. പിന്നെ ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് അപ്ലൈ Indulekha Bringa oil on your head before and after bath as per directed by the physician. അതായത് കുളിക്ക് മുമ്പും നമ്മളിത് തലയിൽ എണ്ണ തേക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ കുളി കഴിഞ്ഞ് നമ്മൾ സാധാരണ എണ്ണ തേക്കാറില്ല. നമ്മുടെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ വെച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നതെങ്കിൽ പൊല്യൂഷൻ വന്ന് നമ്മുടെ ഡേർട്ടും അഴുക്കും പൊടിയെല്ലാം വന്ന് നമ്മുടെ സ്കാൽപ്പിൽ പറ്റി നിൽക്കാനും അത് ഡാൻഡ്രഫ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് കുളി കഴിഞ്ഞ് തലയിൽ എണ്ണാംശം നിൽക്കുന്നതിലൂടെ എനിക്ക് യോജിപ്പില്ല. കംപ്ലീറ്റ്ലി നമ്മൾ ആ എണ്ണ കഴുകി കളയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുളി കഴിഞ്ഞ് ഇത് അപ്ലൈ ചെയ്യുന്നതോടുകൂടി എനിക്ക് യോജിപ്പില്ല. പിന്നെ ഇത് ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യും എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. പക്ഷെ പുതിയ മുടി വളരുകയോ മുടി ഇങ്ങനെ തഴച്ച് വളരുകയോ ഒന്നും ഇതുകൊണ്ട് വരില്ല. ഇതിനെക്കാട്ടിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ കാച്ചിയെടുക്കുന്ന എണ്ണയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കാച്ചിയ എണ്ണ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇതിൽ കയ്യെണ്ണയുണ്ട്, പിന്നെ നെല്ലിക്കയുണ്ട്. അങ്ങനെ ഹെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. 16 മൂലികകൾ അടങ്ങിയിട്ടുണ്ട്. 16ൽ കൂടുതൽ മൂലികകൾ അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രോഡക്റ്റും ഡീറ്റെയിൽസും കാണാം. ഇത് കണ്ടോ, ഇതിലാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കണ്ടോ, നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇത് ഞാൻ ഞെക്കിയിട്ടൊന്നുമില്ല, ഒരു പുഷൊന്നും പ്രഷറൊന്നും കൊടുത്തിട്ടില്ല. എന്നാലും ഈ ഓയിൽ ഇങ്ങനെ തന്നെ നമ്മുടെ തുള്ളിയായിട്ട് ഓരോ ഇതിൽ നിന്നും വരും. ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള സ്മെല്ലാണ്. ഇത് തേച്ച് നമ്മൾ പുറത്തോട്ട് പോയാൽ നമ്മുടെ തലയിൽ ആ മണം ചുറ്റുള്ളവർക്ക് വരെ അറിയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഡീപ്പ് സ്മെല്ലാണ് ഇതിന്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. ഇനി വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.